നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരണം. പുതിയ സർക്കാരിന് നല്ല ആശംസകൾ. ആരധികാരത്തിൽ വന്നാലും നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലീസിനെ പറ്റി നല്ലൊരു പരാതി ഉണ്ടായിരുന്നു. ലോക്കോ മർദ്ദനങ്ങളും പോലീസിൻ്റെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങളുടെ എത്രമാത്രം ശരിയാണെന്നുള്ള വസ്തുതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ അതിനെപ്പറ്റിയല്ല കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യമില്ല, വലിയൊരു കാര്യം. നമ്മുടെ 2 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വിധി ഉണ്ടായിരുന്നു. 9 പോലീസുകാർക്ക് വധശിക്ഷ, അത് ലോക്കപ്രവർത്തനത്തിന് വധശിക്ഷ. അതിൻ്റെ ശരിയായ വസ്തുത മനസ്സിലാവുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കേരള പോലീസ് എത്ര ഭേദമാണെന്നുള്ളത്. കാരണം കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് കട തുറന്നു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു അച്ഛനെയും മോനെയും, മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന ഒരു അച്ഛനെയും മോനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് അതൊന്നും അല്ലായിരുന്നു. അന്നേരം ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. ഇവർ മൊബൈൽ ഷോപ്പ് നടത്തണം. ആ സമയത്ത് അതിനു മുമ്പായിട്ട് ഇവർക്ക് ഇവിടെ ഷോപ്പിൽ നിന്ന് ഒരു പോലീസുകാരന് ഒരു മൊബൈല് അവൻ വെറുതെ ചോദിച്ചു, കൊടുത്തില്ല. അതിൻ്റെ വാശി നിലനിൽക്കുന്ന സമയത്താണ് ഇവർ ഈ പറയുന്ന കോവിഡ് കാലത്ത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ ഷോപ്പ് തുറക്കുന്നതും അതിനൊരു കാരണമായിട്ട് കണ്ടിട്ടാണ് അച്ഛനെയും മോനെയും അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൊടിയ ക്രൂരമായിട്ടുള്ള പീഡനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ ചരിത്രം, ആ സംഭവം നമ്മൾ വായിച്ചാൽ നമുക്ക് സങ്കടം വരും. അങ്ങേ മറ്റേ 9 പോലീസുകാരെന്ന് പറഞ്ഞാൽ അതിലൊരു 6-7 പോലീസുകാരൻ ഡയറക്റ്റ് ഫുള്ളി ഇൻവോൾവ് ചെയ്തിരുന്നു. ക്രൂരമായ പീഡനങ്ങളായിരുന്നു. പീഡനം ചെയ്ത് അച്ഛനും മോനും ചോരയിൽ കിടന്നിട്ട് ആ ചോര വരെ തന്നെ തുടപ്പിച്ചിട്ടാണ് ഇവരെ അവിടെ നിന്ന് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യാമെന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റോ അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്ന് അറിയില്ല. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവസാനം പിന്നെ സ്ഥിതി വഷളായിട്ടാണ് പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും റിമാൻഡ് ചെയ്തതിന് ശേഷം മാറ്റുന്നതും. ഇവർ രണ്ടുപേരും ആദ്യം അച്ഛൻ മരിച്ചു, അതിന് ശേഷം പിറ്റേ ദിവസം മകനും മരിക്കുന്നത്. വളരെ ക്രൂരമായ പൈശാചികമായ, പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പൈശാചികമായിട്ടുള്ള ഒരു പീഡനമായിരുന്നത്. ശരിക്കും തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് പേടി തോന്നും. കാരണം തമിഴ്നാട്ടിലേക്ക് ലോ ആൻഡ് ഓർഡർ ഇത്രയ്ക്കുണ്ട് മോശമാണെന്ന് ഓർക്കുന്നത് നമുക്ക് സങ്കടവും പേടിയും തോന്നും. കാരണം അങ്ങോട്ട് പോകാൻ തന്നെ പേടി തോന്നും, വിഷമത്തോടെ പറയണം. കാരണം അവിടെ നമ്മുടെ കേരളം വിട്ടമാരിയല്ല പ്രതികരണം ഉള്ളവർ നന്നായിട്ട് പ്രതികരിക്കും. പക്ഷേ പ്രതികരണം വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് നമുക്ക് പറയുന്ന സമയത്ത്. പക്ഷേ അവിടെ ഒരു ഏറ്റവും വലിയ കാര്യം, ഈ 9 പോലീസുകാർക്ക് എതിരെ മൊഴി പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ്, രേവതി എന്ന് പറഞ്ഞൊരു പോലീസ് കോൺസ്റ്റബിളാണ് അന്നേരം സ്റ്റേഷനിലുണ്ടായിരുന്നത്. ഇത്ര പേരുടെ ക്രൂരമായ പീഡനങ്ങൾ ഈ അച്ഛനും മോനും സഹിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. മരണത്തോളം പോകുന്ന പീഡനം ഏറ്റുവാങ്ങിയിട്ട് ആ അച്ഛൻ്റെ ഒരു ക്രൂരമായിട്ടുള്ള നോട്ടവും ഈ പെൺകുട്ടിയുടെ മുഖത്ത് ഇന്നും അത് ഒരു മാനസിക വ്യത പോലെ പെൺകുട്ടിയുടെ മുമ്പിലുണ്ട്. അവൾക്ക് ഒരുപാട് സ്വാധീനങ്ങൾ, വെല്ലുവിളികളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആ പോലീസ് കോൺസ്റ്റബിൾ മിസ് രേവതി അവർ ഈ പോലീസുകാർക്കെതിരെ മൊഴി പറഞ്ഞത്. അതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, SI അടക്കം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2 വനിതാ കോൺസ്റ്റബിളിന് 2 പേരും ഈ 9 പേർക്കൊരു മൊഴി പറഞ്ഞതൊന്നും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് രഹസ്യമൊഴിയാണ്. അപ്പോൾ ആ രഹസ്യമൊഴിക്ക് അതിൻ്റേതായ എവിഡൻഷ്യൽ വാല്യൂ കൂടുതലാണ്. മാത്രമല്ല റയറായിട്ട് കൺസിഡർ ചെയ്യാവുന്ന എല്ലാ ഫാക്റ്റുകളും ആ കേസിലുണ്ടായിരുന്നു. ഇനി അതിൽ അപ്പീലിൽ പോയാലും ചിലപ്പോൾ ഈ ശിക്ഷ ശരിവയ്ക്കാനാണ് സാധ്യത. ശിക്ഷ ശരിവയ്ക്കട്ടെ, ഞാനങ്ങനെ എന്നോ പറയുന്നത്. അത്രമായ ക്രൂരമായ കാര്യങ്ങളാണ്. ഈ പോലീസ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ വക്കീല്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം, മനുഷ്യൻ്റെ ഭാഗമാണ്. സമൂഹത്തിൻ്റെ ഭാഗമല്ല, മനുഷ്യൻ്റെ ഭാഗം. ഓരോരുത്തരും ഇത്രയ്ക്ക് മോശമാണ്, ഇത്രയ്ക്ക് ക്രൂരമായിട്ട്, അതായത് ഈ മൃഗങ്ങൾ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അതമ്പതിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഏറ്റവും വലിയ നല്ലൊരു പ്രതികരണമാണ് ഈ 9 പേർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പ്രതിരോധമാണ്. ഇങ്ങനെയുള്ള നിരപരാധികൾക്കുള്ള പ്രതിരോധമാണ്, ഈ ലോകോപർദ്ധനത്തിൽ ഇരയാവുന്ന നിരപരാധികൾക്കുള്ള പ്രതിരോധമാണ് ഈ പറഞ്ഞ 9 പേർക്കുള്ള വധശിക്ഷ. ഇത് ഇനിയും ഇങ്ങനെയുള്ള ഈ ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയുടെ സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിക്കുന്ന വിധികൾ ഇനിയും ഉണ്ടാവട്ടെ. ഒരുപാട് മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ വല്ലാണ്ട് സ്വാഗതം ചെയ്യണം. അങ്ങേയറ്റം നല്ല മനസ്സോടെ തന്നെ സ്വാഗതം ചെയ്യണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിയുന്നത് അവനെ നൊന്ത് പ്രസവിച്ച അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ നൊന്ത് പ്രസവിച്ചതിൻ്റെ അമ്മ, അവനെ പാലുകൂട്ടി വളർത്തി അവനെ വലുതാക്കി എടുത്ത് അവനെ ഇത് ഇരുന്ന അവൻ്റെ അമ്മയുടെ ദുഃഖം നിങ്ങളൊരു നിമിഷം ആലോചിച്ചിട്ടുണ്ടാവും. എത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അച്ഛനും മകനോട് ഏറ്റവും. അപ്പോൾ ഏറ്റവും വലിയ സല്യൂട്ട് ചെയ്യുന്നത് ആ കോൺസ്റ്റബിൾ രേവതി തന്നെയാണ്. അത്രയ്ക്ക് അതായത് അവർക്ക് കോടതി അവസാനം അവരുടെ ജീവന് വെല്ലുവിളി ഉണ്ടായിരുന്നു. കോടതി അവസാനം പ്രൊട്ടക്ഷൻ വരെ ഏർപ്പെടുത്തിയിട്ടാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 5-6 വർഷത്തോളമായി. എപ്പോഴാണ് വിധി വരുന്നത്? 3 ദിവസം മുമ്പാണ് വിധി വന്നത്. എല്ലാവരും വായിച്ചു കാണുന്ന വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതികരിക്കണം.
നമ്മൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കായികമായിട്ടല്ല ഞാൻ പറയുന്നത്, ജുഡീഷ്യറിയുടെ ഭാഷയിലും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഷയിലും അല്ല മറ്റൊരു രീതിയിലായാലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പ്രതികരണങ്ങൾ, ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കും, പ്രവൃത്തി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിക്കപ്പെടും. ഈ പറഞ്ഞ ഈ കേസ് ശരിക്കും തേച്ച് മാച്ച് പോകണ്ടായിരുന്നു. കാരണം ആ പോലീസുകാർ ആ സ്വാധീനങ്ങൾ പലതും പ്രയോഗിച്ചു, ഒന്നും നടന്നില്ല. അതിൻ്റെ കാരണം ഈ മൊഴികളും അതിനുശേഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം CBI ആണ് അന്വേഷിച്ചിട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായത്. ഇതെല്ലാ കേസിലും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്നായിട്ട് പ്രതികരിക്കണം, സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ഇതിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മറ്റുള്ള പോലീസുകാർ ശരിക്കും മടിക്കും. കാരണം അതാണ് ആ വിധി. ശരിക്കും ഞാൻ ആ വിധി പുറപ്പെടുവിച്ച ആ ന്യായാധിപനെ അങ്ങേയറ്റം നമസ്കരിക്കുന്നു. അതുപോലെ അതിൽ ചെയ്ത 2 മൊഴി പറഞ്ഞ രേവതി കോൺസ്റ്റബിളിനെയും വേറെ വരുന്ന കോൺസ്റ്റബിളിൻ്റെ പേര് എനിക്കറിയില്ല, അവരെയും അങ്ങേയറ്റം അവർക്ക് വലിയ സല്യൂട്ട്. അവരാണ് ശരിക്കും ധീരവനിത. നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ്, കൾച്ചർ ഉയർത്തിപ്പിടിക്കേണ്ട, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, നമ്മുടെ ഭരണഘടന അപ്ഗ്രേഡ് ചെയ്ത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധീരവനിതകൾ അവരാണ്. അപ്പോൾ ഞാനിത് ഇത് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും മനുഷ്യരാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും മനസ്സിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കട്ടെ, ഈ ഒരു ചരിത്രം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ നമ്മൾ തീർത്തിരിക്കണം, അല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകും. ഓക്കെ.